ഹലോ, ഇഗ്നോയുടെ പുതിയ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോയിൽ ഏതൊക്കെ ടൈപ്പ് MSc പ്രോഗ്രാം ആണെന്നുള്ളതും അതുപോലെ അതിനൊക്കെ എത്ര ഫീസ് ആവും, ഡ്യൂറേഷൻ എത്രയാണ്, എലിജിബിലിറ്റി എത്രയെന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. നോർമലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞേക്കുന്ന സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ വളരെ കുറവാണ്. കാരണം നമുക്ക് അതിനുള്ള ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ 2023 വരെ വളരെ കുറച്ച് MSc പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം കഴിഞ്ഞ സെഷനൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് MSc പ്രോഗ്രാം ഇഗ്നോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം ചില സെൻറ്റേഴ്സിൽ മാത്രമാണ് ഈ MSc പ്രോഗ്രാമിന് അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡി സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ, ലാബ്, പ്രാക്ടിക്കൽ, പ്രോജക്റ്റ്, റിപ്പോർട്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേസമയം നമുക്ക് തിയറി എക്സാം കേരളത്തിൽ എവിടെയൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടോ അവിടെയൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു MScയുടെ സ്റ്റഡി സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് വന്നിട്ടുള്ളത്. ഓരോ അഡ്മിഷൻ സൈക്കിളിലും ഓരോ പ്രോസ്പെക്ടസ് അവർ റിലീസ് ആക്കാറുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഏതൊക്കെ പ്രോഗ്രാമിനാണ് അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സിൽ നോക്കി പേജ് നമ്പർ നോക്കി എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിനാണ് വേണ്ടത് അതിൻ്റെ ഫീ ഡീറ്റെയിൽസും അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേജ് നമ്പർ നോക്കി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് ഈ ഒരു സെഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മൊത്തത്തിൽ 16 MSc പ്രോഗ്രാംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് 1 by 1 ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് എല്ലാത്തിനും 2 years തന്നെയാണ് കേട്ടോ. മിനിമം ഡ്യൂറേഷൻ 2 yearsഉം മാക്സിമം ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് 4 yearsഉമാണ്. അതായത് 2 വർഷത്തിൽ തീർക്കാൻ പറ്റില്ല, നമുക്ക് മാക്സിമം ഡ്യൂറേഷൻ 4 year വരെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റായിട്ട് കാണാൻ പറ്റും ജാനുവരി, ജൂലൈ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇതിൻ്റെ പ്രോഗ്രാമിന് അഡ്മിഷൻ ഉണ്ടോ ഇല്ലയെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് MSc ഫുഡ് ന്യൂട്രീഷൻ ആണ്. ഈ ഫുഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കോഴ്സ് ജൂലൈയിൽ മാത്രം കൊടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ ജൂലൈ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അടുത്ത വർഷം ഈ ടൈം ആകുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇയർലി വൺസ് മാത്രം ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഈ പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. BSc ഹോം സയൻസ്, പിന്നെ അതിനകത്ത് തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, പിന്നെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, പിന്നെ എന്താണ് അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഡയറക്റ്റ് അഡ്മിഷനാണ്. അതേസമയം നിങ്ങൾ MBBS അല്ലെങ്കിൽ BHSS അല്ലെങ്കിൽ ഹോം സയൻസ്, ഫുഡ് സയൻസ്, ടെക്നോളജി അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ അഡീഷണലായിട്ട് വേറൊരു കോഴ്സും കൂടി എടുത്ത് പഠിക്കണം. അതായത് 6 മാസത്തെ കോഴ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമുണ്ട് CNCC. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ കൂടെ എടുത്ത് പഠിച്ചാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അഡ്മിഷൻ ഉള്ളവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ, ഇനി ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കും അഡ്മിഷൻ എടുക്കാം. പക്ഷേ അഡീഷണൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൂടെ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫീസ് വന്നിട്ടുള്ളത് 17,000 പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ 17,000 പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് 300, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം 17,500 രൂപയാണ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അടയ്ക്കേണ്ടത്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇയർ വൈസ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റ് ഇയർത്തെ പേയ്മെൻറ്റും പ്ലസ് ഈ പ്രോസസ്സിംഗ് ചാർജും ഡെവലപ്മെൻറ്റ് ചാർജസും നമ്മൾ കൊടുക്കണം. ഇനി സെമസ്റ്റർ വൈസ് ആയിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസിനായിട്ട് പുറമേ ആയിട്ട് 300 രൂപയും 200 രൂപയും നമ്മൾ കൊടുത്തിരിക്കണം. അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 17,500 ആവില്ല അടയ്ക്കുമ്പോൾ കൊടുക്കേണ്ടത്. അതിലും ഒരു 2,000, 3,000 ഒക്കെ കൂടും കേട്ടോ. കാരണം ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും കൂടി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് MSc CFT ആണ്. അതായത് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി വന്നിട്ടുള്ളത്. അപ്പം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഡിഗ്രി എടുത്ത ആൾക്കാർക്കും ആ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ സയൻസ് ഗ്രാജുവേഷൻ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. അതിന് 17,500 രൂപയാണ് പെർ ഇയർ വരുന്നത്. അതും ഈ ജൂലൈ സെഷനിൽ മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ വന്നിട്ടുള്ളതാണ് MSc MACS എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം. അത് വന്നിട്ടുള്ളത് MSc മാത്സ് അല്ല, MSc മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് കോഴ്സിൻ്റെ പേര്. അതാണെന്നുണ്ടെങ്കിൽ BSc മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അല്ല, ഇഗ്നോയിൽ തന്നെ ഒരു BSc G എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജനറലായിട്ട് നമ്മളൊരു BSc പ്രോഗ്രാം എടുക്കുന്നു. അതിന് നമ്മളൊരു 3 ഡിസിപ്ലിനാണ് ഓപ്റ്റ് ചെയ്യുക. അതായത് ഒരു
സയൻസ് ഗ്രാജുവേഷനിൽ നമ്മൾ ഈക്വലായിട്ടൊരു ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സബ്ജക്റ്റ് മാത്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്ന രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. ഫീസ് വന്നിട്ടുള്ളത് 7100 പെർ സെമസ്റ്റർ ആണ് കേട്ടോ. ഇവിടെ സെമസ്റ്റർ ആയിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അടുത്ത കോഴ്സാണ് വന്നിട്ടുള്ളത് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് മാത്സിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിയിലോ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 7700 പെർ സെമസ്റ്റർ, അതും സെമസ്റ്റർ ആയിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാൻ വരുന്നത്. അടുത്തതാണ് MSc ഫിസിക്സ്. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BSc ഫിസിക്സ് കഴിഞ്ഞ ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇഗ്നോയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന ആ ഒരു BSc ജനറൽ പ്രോഗ്രാം എടുത്തിട്ടുള്ളവരാണ്. അതിനകത്ത് നിങ്ങൾ മാത്സും ഫിസിക്സും ഡിസിപ്ലിനായിട്ട് ചൂസ് ചെയ്തവർക്കും ഇതെടുക്കാം. ഇനി അതൊന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻസ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാത്സിലും ഫിസിക്സിലും നിങ്ങൾക്ക് 32 ക്രെഡിറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഫിസിക്സിന് അഡ്മിഷൻ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഫീസ് വന്നിട്ടുള്ളത് 14000 പെർ ഇയർ ആണ് കേട്ടോ. പിന്നെ അടുത്തതാണ് ജിയോഗ്രഫി, MSc ജിയോഗ്രഫി. ഏത് സ്ട്രീമിലെ ഗ്രാജുവേഷനുള്ള ആൾക്കാർക്കും അഡ്മിഷൻ എടുക്കാം. 14000 പെർ ഇയർ ആണ് ഫീസ് വന്നിട്ടുള്ളത്. അടുത്താണ് ജിയോ ഇൻഫോർമാറ്റിക്സ്. ഇത് വന്നിട്ടുള്ളത് നമുക്ക് സയൻസ് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. അതുപോലെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, പിന്നെ കുറേ കണ്ടീഷൻസ് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഉള്ള ആൾക്കാർക്ക് അഡ്മിഷൻ എടുക്കാം. ഫീസ് 15700 പെർ ഇയർ ആണ്. അടുത്ത് വന്നിട്ടുള്ളതാണ് MSc സുവോളജി. കുറേ പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BSc സുവോളജി കഴിഞ്ഞൊരു വ്യക്തിയായിരിക്കണം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ CBCS പ്രോഗ്രാമുള്ളൊരു BSc പ്രോഗ്രാം ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾ സുവോളജി ഒരു സബ്ജക്റ്റ് ആയെങ്കിലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫീസ് വന്നിട്ടുള്ളത് 14200 പെർ ഇയർ ആണ് കേട്ടോ. അടുത്തതാണ് MSc ബയോ കെമിസ്ട്രി. അതാണെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ്, അതായത് സയൻസ് ഗ്രാജുവേഷനിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഫാർമസി, BTech അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് 36200 പെർ ഇയർ. ഭയങ്കര ഫീസ് കൂടുതലാണ് കേട്ടോ. അത്രയും ഫീസ് നമുക്ക് അടയ്ക്കാൻ വരുന്നുണ്ട് MSc ബയോ കെമിസ്ട്രിക്ക്. പിന്നെയുള്ളതാണ് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസ് ഗ്രാജുവേഷൻ ആയാലും കുഴപ്പമില്ല. പക്ഷേ കെമിസ്ട്രിക്കകത്ത് 20 ക്രെഡിറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഫീസ് കൂടുതലാണ്. 23300 രൂപയാണ് പെർ ഇയർ നമുക്ക് അടയ്ക്കേണ്ടത്. അടുത്ത വന്നിട്ടുള്ളതാണ് MSc കെമിസ്ട്രി. അതും നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം ക്വാളിഫിക്കേഷൻ, കെമിസ്ട്രിയിൽ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് ഗ്രാജുവേഷൻ ആയാലും കുഴപ്പമില്ല. 20 ക്രെഡിറ്റ് കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. 20200 പെർ ഇയർ ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. അടുത്താണ് MSc ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോഴ്സ്. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE BTech അല്ലെങ്കിൽ ഏതെങ്കിലും BSc സയൻസ് സ്ട്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. ഫീസ് 12100 പെർ ഇയർ ആണ് കേട്ടോ. പിന്നെ പെർ ഇയർ അല്ല, 12100 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ 12900 ആണ് വരുന്നത്. അടുത്തതാണ് MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇവിടെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഫീസ് 13000 പെർ ഇയർ ആണ്. അടുത്താണ് MSc എൻവയോൺമെൻറ്റൽ സയൻസ്. ഏത് സയൻസ് ഗ്രാജുവേഷനുള്ള ആൾക്കാർക്കും ഈ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ അഡ്മിഷൻ എടുക്കാം. 8200 പെർ ഇയർ ആണ് ഫീസ് വരുന്നത്. അടുത്താണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ MSc പ്രോഗ്രാം. അത് വന്നിട്ടാണെങ്കിൽ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമൊന്നുമില്ല, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയാൽ മതി. 21600 പെർ ഇയർ ആണ് ഫീസ് വന്നിട്ടുള്ളത്. ഇനിയാണ് റിന്യൂവബിൾ എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ്, സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇങ്ങനത്തെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഫീസ് 12200 പെർ ഇയർ ആണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ MSc പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എവിടെയൊക്കെ ഉണ്ട് എന്നറിയാനുള്ളതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. കേരളത്തിൽ പൊതുവേ വളരെ കുറവാണ് ഈ MSc പ്രോഗ്രാം. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഗ്രാം മാത്രം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നോക്കി നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എവിടേക്കാണ് ഈ റീജിയൻ സെൻറ്റർ, ഏതൊക്കെ സ്റ്റഡി സെൻറ്ററിലാണ് കേരളത്തിലുള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പോർട്ടൽ എടുക്കുക, ഇവിടെ പ്രോഗ്രാം ഇൻഫോർമേഷനിൽ പോവുക, എന്നിട്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ MSc സുവോളജിയാണ് കുറേ പേര് എടുക്കുന്നത്. അപ്പോൾ ഞാൻ MSc സുവോളജി എടുത്തു, സെർച്ച് ചെയ്തു. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീഡ് മോർ എന്ന് കൊടുക്കുക. അപ്പോൾ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടേക്കാണ് ഇന്ത്യയിൽ അതിൻ്റെ എന്താ പറയുക റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കാം. ഇപ്പോൾ മധുരയാണ് നമുക്ക് കുറച്ച് അടുത്തായിട്ട് കാണുന്നത്. പിന്നെ അതാ വടകര കാണുന്നുണ്ട്. വടകര ശ്രീനാരായണ കോളേജ് 1405. ഇത് വന്നിട്ടുള്ളത് SN കോളേജ് തോട്ടടയാണ് കേട്ടോ, കണ്ണൂരുള്ള കോളേജാണത്.
പിന്നെ നമുക്ക് എവിടെയും കേരളത്തിലില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് കണ്ണൂർ മാത്രമാണ് സുവോളജി കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, വീണ്ടും അടുത്ത പ്രോഗ്രാം. ഇനി MSc ഫിസിക്സ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫിസിക്സ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് മധുര ഉണ്ട് അടുത്ത്. ട്രിവാൻഡ്രം വരുന്നുണ്ട് കേട്ടോ. മാർ ഇവാനിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കോളേജാണ്, അത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വടകര ശ്രീനാരായണ കോളേജ്, അതായത് കണ്ണൂർ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്സ് കേരളത്തിൽ 2 മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ MSc എൻവയോൺമെൻറ്റൽ സയൻസ് നോക്കി നോക്കാം. MSc ENV ഓക്കെ വന്നിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ മധുരയാണ് ഒന്ന് നിയറസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് കേരളത്തിലുള്ളത് ട്രിവാൻഡ്രമാണ് കേട്ടോ. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് അതുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കുള്ളതെന്ന് കാണാൻ പറ്റും. കൂടുതലും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ മാർ ഇവാനിയോസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ ഉണ്ടാവും. ഇനി നമ്മുടെ MSc മാത്സ് വരുന്നത് SH തേവര എറണാകുളത്ത് മാത്രമാണ്. വേറെ എവിടെ MSc മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നില്ല. അങ്ങനെ ചില പ്രോഗ്രാം ചില സ്റ്റഡി സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫെസിലിറ്റി ഉള്ളിടത്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ.